ദുബൈയുടെ ചരിത്രത്തോട് ചേർന്നു നിൽക്കുന്ന പള്ളിയാണ് ഷിണ്ടഗയിലെ അൽ ഷുയൂഖ് മസ്ജിദ്. കഴിഞ്ഞ 23 വർഷക്കാലമായി ഇവിടുത്തെ ഇമാമായി സേവനമനുഷ്ഠിക്കുകയാണ് മലയാളിയായ കായക്കൊടി ഇബ്രാഹിം ഉസ്താദ്. ഏവരും ബഹുമാനിക്കുന്ന കായക്കൊടി ഉസ്താദ് ആ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് അറേബ്യൻ ഫ്രെയിംസിലൂടെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇത് കായക്കൊടി ഇബ്രാഹിം ഉസ്താദ്. ദുബൈയുടെ ചരിത്രത്തോട് ചേർന്നു നിൽക്കുന്ന മസ്ജിദ് ഷുയൂഖിന്റെ ഇമാമായി കഴിഞ്ഞ 23 വർഷക്കാലമായി ഉസ്താദ് ഇവിടെയുണ്ട്. ഉസ്താദ് കായക്കൊടി ഇബ്രാഹിം എന്ന പേര് ദുബായ് ഔക്കാഫും ഷിണ്ടഗയിലെത്തുന്ന ഓരോരുത്തരും ഏറെ ബഹുമാനിക്കുന്ന പേരാണിന്ന്. 1897 ഷെയ്ഖ് സയ്യിദ് അൽ മക്തൂം നിർമ്മിച്ച മസ്ജിദ് ഷുയൂഖിന്റെ ഇമാമായി കായക്കൊടി ഉസ്താദിന്റെ സേവനം ഇന്നും തുടരുന്നു. ഇപ്പോഴത്തെ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദിന്റെ പിതാമഹൻ ഷെയ്ഖ് സയ്യിദ് തന്റെ വീടിനോട് ചേർത്ത് നിർമ്മിച്ച ഈ പള്ളിക്ക് ദുബൈയുടെ ചരിത്രത്തിൽ തന്നെ വലിയ സ്ഥാനമാണുള്ളത്. ഒരു കാലത്ത് ദൂരദിക്കുകളിൽ നിന്ന് ദുബായിലെത്തുന്നവർ ഷിന്തഗയിലെ ഈ പള്ളി കാണാതെ മടങ്ങാറില്ലായിരുന്നു. ചരിത്രം പിന്നീട് കാലത്തിനു മുന്നിൽ വഴിമാറിയപ്പോൾ പള്ളിയും ഓർമ്മകളിലേക്ക് അസ്തമിച്ചു തുടങ്ങി. ഈ സമയത്താണ് കായക്കൊടി പള്ളിയുടെ സാരഥ്യം ഏറ്റെടുക്കുന്നത്. കോഴിക്കോട് കുറ്റ്യാടിയിലെ കായക്കൊടി സ്വദേശിയായ ഉസ്താദ് 20 വർഷങ്ങൾക്ക് മുന്നേ ഉംറയ്ക്ക് പുറപ്പെട്ടതായിരുന്നു. ഉംറയാത്രയ്ക്കിടെ വിസ കിട്ടാൻ വൈകിയതിനാൽ ദുബൈയിലെത്തിച്ചേർന്നു. ആ സമയത്താണ് ദുബായ് മതകാര്യ മന്ത്രാലയം പള്ളി ഇമാമുമാരെ തെരഞ്ഞെടുക്കുന്ന പരീക്ഷ നടത്തുന്നത്. അങ്ങനെ ഉസ്താദിൽ ദൈവനിശ്ചയം പോലെ ആ നിയോഗം വന്നണയുകയായിരുന്നു. പരീക്ഷ കഴിഞ്ഞിട്ട് മക്കത്ത് പോയി. മക്കത്ത് സാധാരണ 15 ദിവസം നിൽക്കുന്ന അന്ന് 1 മാസം തന്നെ വന്നിരുന്നു. അങ്ങനെ നാട്ടിൽ ചെന്നപ്പം വിസ വന്നിട്ടുണ്ട്, ഉടനെ വരണം. അപ്പം നിൽക്കുന്നത് പള്ളിയിലെ ജോലി അമ്മയ്ക്കാക്ക് ദർസിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല. ഞാൻ സമ്മതം തന്നു. ഇങ്ങനെ പോയിക്കോട് ഇവിടെ നിന്ന് ഒന്നും പൈസയും വാങ്ങാണ്ട് കിടക്കുന്ന അതിനുള്ള തരുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെയുള്ള ആൾക്കാരാരാന്ന് വെച്ചാൽ 3 പാകിസ്ഥാൻ, 2 ഒരു ഉപ്പയും 2 മക്കളും, പിന്നെ ഒരു ഹിന്ദുവാണ്. പള്ളിയിലല്ല, പുറത്തെ റൂമിലാണ് താമസിക്കുന്നത്. എന്നാലും പള്ളി ഇവിടെ വെച്ചപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇമാമാക്കിയപ്പോൾ ഇവിടെ നിസ്കരിക്കലുണ്ട്. ബാങ്കൊന്നും കൊടുക്കുന്ന ആരുമില്ല. ജുമാക്ക് ആരെങ്കിലും വരും, കുറച്ച് ആൾക്കാരുണ്ടാവുന്നു. അങ്ങനെ അതും അതങ്ങനെ ഇല്ല. ഇവിടെ പൊളിച്ചെല്ലാം നീക്കി ആരുമില്ല, വീടൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു സമയമാണ്. ഇത് മാത്രം, ഇതും പൊളിഞ്ഞിട്ടാണ് ഉള്ളത്. ഇത് മാത്രം ഈ 4-5 പള്ളിയും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പൊളിച്ചിട്ട് നീക്കിയിട്ട് നിരത്തി കളഞ്ഞു. ഒന്നുമില്ല. കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഒരു പിന്നെ മറ്റേ അത്തിപ്പ തന്നെ അതെല്ലാം ഇങ്ങനെ ചിലതെല്ലാം ഉള്ളത്. ദുബായ് രാജകുടുംബാംഗങ്ങൾ പ്രാർത്ഥനയ്ക്കായി ഉപയോഗിച്ചു പോന്ന ഈ പള്ളിയിലേക്ക് ഇമാമായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. അതിൽ പിന്നെ പ്രതാപകാലത്തേക്കുള്ള തിരിഞ്ഞു നടത്തമായിരുന്നു. തന്റെ പ്രാർത്ഥനകളും പഠന ക്ലാസുകളും ആളുകളെ പള്ളിയിലേക്ക് ആകർഷിച്ചു. ഇന്ന് ദുബായിൽ ഏറ്റവും കൂടുതൽ പേർ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുന്ന പള്ളി കായക്കൊടി ഉസ്താദ് നേതൃത്വം നൽകുന്ന ഈ പള്ളിയാണ്. മാത്രവുമല്ല, പെരുന്നാൾ നമസ്കാരം പള്ളിയിൽ നടത്താനുള്ള അനുവാദം കായക്കൊടിക്ക് മാത്രമാണ് ദുബായ് അധികൃതർ അനുവദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പെരുന്നാളിന് 15,000-ന് മുകളിലാണ് നമസ്കാരത്തിനെത്തിയവരുടെ എണ്ണം. പള്ളിയിലെ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നതും കുത്തുബ നിർവഹിക്കുന്നതുമെല്ലാം ഉസ്താദ് തന്നെ. ഹൃദ്യമായ സേവനത്തിന് ദുബായ് ഔക്കാഫ് നിരവധി അംഗീകാരങ്ങളും ഇദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഇവിടെ നിസ്കരിക്കാനാണല്ലോ, ആരുമില്ല. ബാങ്ക്യം കൊടുക്കും. അപ്പോൾ ഏതോ 1-2 ആളുണ്ടാവും. മാൻ കൊടുക്കുമ്പോൾ 2 ആൾ വരും. അങ്ങനെ നിസ്കാരം തുടങ്ങി. അങ്ങനെ വെള്ളിയാഴ്ച രാവ് ഞാൻ ക്ലാസ് വെച്ച്, എല്ലാ ക്ലാസ് വെച്ചിട്ട് നല്ല പ്രസംഗം ചെയ്തപ്പോൾ അതിലാൾ കൂടി. പിന്നെ പെരുന്നാൾ നിസ്കാരം വന്നപ്പോൾ പെരുന്നാളായപ്പോൾ ഇവിടെ നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. സാധാരണ വേറെ പള്ളിയിലൊന്നുമില്ല. അല്ല, ഇവിടെ ഭാരത എവിടെയും പള്ളി നിസ്കരിക്കില്ല. എന്തുകൊണ്ട്? ഇവിടെ ഷെയ്ഖുമാരൊക്കെ വരുന്നത് ഇവിടെ മൻഹൂൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഇവിടെ എല്ലാ പള്ളിയിലും നിസ്കാരം ഉണ്ടായി ആളുണ്ടാവില്ല. അപ്പോൾ ഷെയ്ഖുമാർ ഒറ്റ നിസ്കരിക്കേണ്ടി വരും.
അപ്പോൾ പള്ളിയിൽ എവിടെയും വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഔക്കാഫ് പറഞ്ഞു ഇവിടെ ഷെയ്ഖിൻ്റെ ഉപ്പാൻ്റെ പള്ളിയല്ലേ ഇവിടെ നിങ്ങൾ പെരുന്നാൾ വെക്കണം ഒരു നമസ്കാരം വേണം വെക്കാൻ സമ്മതിക്കണം എൻ്റെ മലയാളികൾക്ക് ഞാനെ കൊണ്ട് ഉപകാരമാണ് അതുകൊണ്ട് ചെയ്യുന്നതിനിപ്പോൾ ഒരു വിശ്വ സമ്മതിച്ചു അതിന് സമ്മതം തന്നു. അങ്ങനെ അന്ന് ഇവിടെ മാത്രമേ പെരുന്നാൾ നമസ്കാരമുള്ളൂ. ആ പെരുന്നാൾ നമസ്കാരത്തിന് പിന്നെ ഇവിടെ പള്ളി കൊള്ളണ്ട. ആദ്യത്തെ ഒന്ന് പള്ളി കൊണ്ടു, പിറ്റത്തെ പെരുന്നാളിന് പിന്നെ പള്ളി കൊണ്ടിട്ടില്ല. അപ്പം പുറത്തേക്കായി. ഇവിടെ ഒന്നും ഇല്ലല്ലോ, മരുഭൂമിയല്ലേ, ഇഷ്ടം എല്ലാവർക്കും നിൽക്കാം. അങ്ങനെ നല്ല സുഖമായിട്ട് നിസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ബിൽഡിങ് കയറി തുടങ്ങി. ബിൽഡിങ് നോക്കുമ്പോൾ പിന്നെ ഇവിടെ നിൽക്കാൻ സൗകര്യമില്ല. അപ്പോൾ അവർ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം, പള്ളിയിൽ റോട്ടിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ റോട്ടിൽ നിന്ന് നിസ്കരിക്കുക. പള്ളി കുറച്ച് ആൾക്കാരുണ്ട്, ബാക്കിയെല്ലാം അയാൾ തേച്ചു അങ്ങോളം റോട്ടിൽ അങ്ങോളം പോകും. മലയാളികളെ വലിയ വിശ്വാസമാണ് സ്വദേശികൾക്കെന്ന് ഉസ്താദ് പറയുന്നു. ദുബൈ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് അടക്കമുള്ളവർ പള്ളിയിലെത്തിയപ്പോഴുണ്ടായ അനുഭവങ്ങളും അദ്ദേഹം പങ്കുവച്ചു. ഷെയ്ഖ് മുഹമ്മദ് 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ ഹംദാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഖ് മുഹമ്മദിൻ്റെ മക്കൾ വന്നിട്ടുണ്ട്. അവർ നമ്മളെ മൗലിസ്കരിക്കാൻ വരും. മൗലിസ്കരിച്ചിട്ട് സംസാരിക്കുകയും അങ്ങനെ പോവുകയും ചെയ്യും. ഇത്ര നല്ലൊരു പള്ളി എന്ന് വെച്ചാൽ രാത്രി 12 മണിക്കുള്ള അറബികൾ വരും, ജുമേറയിൽ നിന്ന് ബാസുള്ള അറബികൾ. അതിനുള്ള പള്ളി പൂട്ടണ്ടെന്നാണ്. അപ്പോൾ എന്താ കാരണം? അത് ഞങ്ങൾക്ക് രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വരുന്ന ഈ പള്ളി എന്ന് പറഞ്ഞാൽ ഷെയ്ഖിൻ്റെ പള്ളിയാണ്. ഷെയ്ഖ് 5 പൈസ ഹറാമിൻ്റെ പൈസ എടുത്തിട്ടില്ല. അയാൾ സ്വന്തം പൈസ കൊണ്ട് ഉണ്ടാക്കിയ പള്ളിയാണ്. ഇവിടെ നിസ്കരിക്കുമ്പോൾ പ്രത്യേക ഒരു റാഹത്തുണ്ടാവും. അതുകൊണ്ട് ഞങ്ങളെ പള്ളി നാട്ടിൽ പള്ളിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇവിടെ വരുന്ന നിസ്കരിക്കാൻ വേണ്ടിയാണ് എന്നിവിടെ വരുന്ന അറബികളൊക്കെ പറയും. അങ്ങനെ ആ പള്ളി ഇപ്പോൾ എല്ലാം മരിച്ചു ആവേശമാരൊക്കെ. അങ്ങനെ റാസിൽ കൈമെന്ന് 2 അറബികൾ എടുത്തിട്ടുണ്ട്. സ്വയംസ്കരിക്കാൻ ഒരുപാട് ഉണ്ടാവും. രാത്രി നിസ്കരിച്ചിട്ട് സ്വയംസ്കരിച്ചിട്ടേ പോകുള്ളൂ. നാട്ടിൽ മദ്രസാധ്യാപനത്തിലും പ്രഭാഷണ സദസ്സുകളിലും സജീവമായ കാലവും അദ്ദേഹം ഓർത്തെടുക്കുന്നു. പണ്ഡിതന്മാരുടെ വലിയ പിന്തുണയും സ്നേഹവും ഇന്നും ഉസ്താദ് സ്മരിക്കുന്നു. ഷംസുൽ തന്നെ എൻ്റെ ജീവനാണ്. കണ്ണിയത്ത് ഉസ്താദിന് എൻ്റെ എല്ലാം എൻ്റെ ഈ ദർസിൻ്റെ എല്ലാം ഇജാസത്തും എല്ലാം തന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് അവർകളാണ്. അപ്പോൾ അങ്ങനെ ഷംസുൽ തന്നെ പല അഭേദ്യമായ ബന്ധമാണ്. സാധാരണ ശിഷ്യന്മാരായിട്ടുള്ള ബന്ധമല്ല. പിന്നെയും അതിൻ്റെ ശേഷവും നന്ദിയനായിരുന്ന സമയത്തും ഞാനെപ്പം പോയിട്ട് കിതാബ് പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറേ കാലം ശിഷ്യത്തെടുത്തത്. പിന്നെ ആരും കേൾക്കാത്ത ആരും പറയാത്തതാണ് മൂപ്പരത്തുനിന്ന് കേട്ടത്. അപ്പോൾ നമുക്ക് അതൊരു പ്രത്യേകമല്ലേ. പിന്നെ കോട്ടുമൽ ഉസ്താദാണ് എന്നെ ഈ പ്രസംഗത്തിൻ്റെ വേദിയിലേക്ക് ഇറക്കിയത്. ഇന്ത്യയിൽ ഇസ്ലാമിക സമൂഹം ഐക്യത്തിന്റെ സന്ദേശം പകരേണ്ട സമയമാണിതെന്ന് കായക്കൊടി ഇബ്രാഹിംകുട്ടി ഉസ്താദ് പറയുന്നു. ഒപ്പം പാണക്കാട് ശിഹാബ് തങ്ങളുടെ ദീപ്തമായ ഓർമ്മകളും അദ്ദേഹം അറേബ്യൻ ഫ്രെയിംസിനോട് പങ്കുവച്ചു. അത് ശിഹാബ് തങ്ങൾ ഇങ്ങനെ പറയും, നിങ്ങൾ അവിടുന്ന് പോന്നു ദുബായിൽ നന്നായി, പക്ഷേ കുഞ്ഞിപ്പള്ളി ഞങ്ങൾ നമുക്ക് പോയി ഉദ്ഘാടനത്തിനും ഇങ്ങോട്ട് വരരുത്. കാരണം ഭാരതുവേല് ശിഹാബ് ഞാനാണ്. അപ്പോൾ മുനവരലി ഉണ്ടപ്പോൾ. അപ്പോൾ മുനവരെന്ന് പറയുന്നത് ഇത് ഉപ്പാവൻ്റെ ആളാണ്, സ്വന്തം ആളാണ്. അതുകൊണ്ട് അങ്ങനെ പറയുന്നതിനെ പറഞ്ഞു തമാശയിലും പറയാം. അത്രയേ ഉള്ളൂ. അത് അവസാനം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ് ആരും കൈമുത്താനൊന്നും സമ്മതിക്കുന്നില്ല, ഞാൻ ആരെയും കൈമുത്താൻ സമ്മതിക്കില്ല, ഏതായാലും നിങ്ങളൊന്ന് കൈമുത്തണം എന്ന് പറഞ്ഞിട്ട് കയ്യെടുത്തന്ന് അവർ അന്ന് തമാശയെന്നേ ഞാൻ വിചാരിച്ചു, മരിക്കുമെന്ന് വിചാരിച്ചില്ല. എന്നാലും അന്ന് തങ്ങളെ കാണാണ്ടായി പോകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അന്ന് ലാസ്റ്റ് ആയിരുന്നു അത് ആ കണ്ടത്. ഇരുമ്പുഴിയിലും പട്ടിക്കാട് ജാമിയയിലും പഠനം പൂർത്തിയാക്കിയ കായക്കൊടി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള പള്ളികളിലും മതപഠന സ്ഥാപനങ്ങളിലും സേവനം നിർവഹിച്ചിരുന്നു. ഇതിനിടെ കേരളത്തിൽ സമുദായ നേതൃത്വത്തിലുണ്ടായ പിളർപ്പ് ഹൃദയത്തെ വേദനിപ്പിച്ചു. അങ്ങനെ നടത്തിയ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം തനിക്ക് പുതിയ വഴി കാണിക്കുകയായിരുന്നെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ദീന് എന്നുള്ള പറയാന്നല്ലാതെ പ്രവൃത്തിയില്ല. അതാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഹുബ്ബുദ്ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. നിങ്ങൾക്ക് പിന്നെ സ്വഹാബാക്കളോട് പറഞ്ഞത് അതാണ്, നിങ്ങൾ കുറഞ്ഞതാണെന്ന് വെച്ചാൽ ന്യൂനപക്ഷമല്ല, ആളുകൾ കുറേയുണ്ട്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിനുകളുണ്ട്. നമ്മൾ ആത്മസമേന അത് അങ്ങനെ വേണ്ടത്, അടങ്ങിയിരിക്കാൻ നമ്മൾ പ്രശ്നം ഉണ്ടാക്കണ്ട. ഇതല്ല, അള്ളാഹു തന്നെ കാത്തുരക്ഷിക്കട്ടെ. കർമ്മോത്സുകനായ ഒരു പണ്ഡിതന്റെ ചിന്തയും ഇടപെടലും കായക്കൊടി ഉസ്താദിന്റെ ഓരോ നീക്കത്തിലും വ്യക്തമാണ്. വായനയും പഠനവും അധ്യാപനവും ഇങ്ങനെ നീളുന്നു അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലങ്ങൾ. ഓർമ്മകൾക്ക് വഴിമാറിയിരുന്ന ഒരു ആരാധനാലയത്തെ സജീവതയിലേക്ക് കൈപിടിച്ചുയർത്തിയ ദൗത്യമാണ് അദ്ദേഹം നിറവേറ്റിയത്. ചരിത്രത്തോട് ചേർന്ന് ഓർമ്മകൾ ഉറങ്ങുന്ന ദുബൈയിലെ മസ്ജിദ് ഷുയൂക്കിൽ എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി ആരോടും ഒരു വേവലാതിയുമില്ലാതെ ഉസ്താദ് ആ വലിയ നിയോഗം തുടരുകയാണ്. من السواح بيت شيخ سعيد هاوس دسوان دسوان سعيد and father Rashid Sheikh Muhammad this one home this one
ഇനിയും വരണമെന്നും കുറേ നേരം സംസാരിച്ചിരിക്കണമെന്നും പറഞ്ഞ് ഞങ്ങളെ അദ്ദേഹം യാത്രയാക്കി. വിനയത്തോടെ ആരുടെ മനസ്സിലേക്കും എളുപ്പം ഇറങ്ങിച്ചെല്ലുന്ന കായക്കൊടി ഉസ്താദ് എന്ന പണ്ഡിതന്റെ ഔന്നത്യം പള്ളിമിനാരങ്ങൾക്കു മുകളിൽ ഞങ്ങളപ്പോൾ തെളിഞ്ഞു കണ്ടു.